പോയിന്റ് ആക്കപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പെണ്ണിനെ കാണാൻ പോകുന്ന മിഠായി കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നിശ്ചയം, പിന്നെ അങ്ങോട്ട് പോകലെ ഇങ്ങോട്ട് പോകലെ, ഇതിനൊക്കെ ചെക്കനാ പൈസ എടുക്കേണ്ടത്, ആൺകുട്ടിയാണ് ഇതൊക്കെ എടുക്കേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കലോ, ആ ഡ്രസ്സ് എടുക്കലാണ് ഏറ്റവും വലിയ കടം വരുന്നത്. ഇപ്പോൾ 1 ലക്ഷത്തിൽ കുറഞ്ഞ ഡ്രസ്സ്, കല്യാണ ഡ്രസ്സ് 1 ലക്ഷത്തിൽ കുറഞ്ഞതാണെങ്കിൽ ഇത് എത്ര ലക്ഷത്തിന് എന്ന ചോദ്യം തന്നെ. അത്ര വലിയ ഡ്രസ്സ് 1-2 മണിക്കൂറിനാണ് അത് ഇടാന്. അത് തലേ ദിവസമുള്ള ഡ്രസ്സ് വേറെയാണ്, തലേ ദിവസം വേറെ കുറെ പേക്കൂത്തുണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ടീച്ചറെ മെഹന്തി, ഹൽദി, അറബിക് കല്യാണം, അതൊക്കെ അറിയില്ലേ? അറബിക് കല്യാണം, ഗുലാബി നൈറ്റ്, അള്ളാഹുവേ എന്തൊക്കെ പിന്നെ നൈറ്റുകൾ അവരുണ്ടാക്കണത്. എവിടുന്നാണ് ഈ നൈറ്റൊക്കെ കിട്ടിയത് എന്നുള്ളതാണ്. നോക്കി ഞാനൊരു ദിവസം നേരിട്ട് അനുഭവിച്ചതാണ്. ഞാനൊരു കടയിൽ ചെന്ന് കയറിയതാണ്. അപ്പോൾ ഒരു 70 വയസ്സായ ഉമ്മക്ക് മാക്സി തരെയാണ്. എന്ത് മാക്സിയാണ് വേണ്ടതെന്ന് അറിയോ? മഞ്ഞ നിറത്തിലെ മാക്സി. അവരുടെ വീട്ടിൽ പിറ്റേ ദിവസം മകന്റെ മോളെ കല്യാണം കഴിക്കുക, കെട്ടിച്ചു കൊടുക്കാണ്. അവിടെ പിറ്റേ ദിവസം ഇടാനുള്ള മഞ്ഞ ഒരു മാക്സിക്ക് 75 വയസ്സായ ഉമ്മാനെ കൊണ്ടുവരാൻ തരുന്നത്. ആ വീട്ടിൽ അന്ന് കത്തിക്കുന്ന ബൾബ് മുഴുവനും മഞ്ഞ. ഈ മഞ്ഞ മാക്സി ഇടണം, കാരണം അത്രയും വയസ്സായതാണ്. അതിന് മാക്സി മാത്രം സാരി എടുക്കേണ്ടവർ സാരി മഞ്ഞ, അതുപോലെ തന്നെ മാക്സി മഞ്ഞ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും മഞ്ഞ. ഇത് മഞ്ഞ കല്യാണം. പിന്നെ ഒരു മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചി ഇടല് വയസ്സായ എല്ലാമാരും ബാപ്പാനും കണ്ണ് കണ്ടില്ലെങ്കിൽ ആ മൈലാഞ്ചി മുഴുവനും എല്ലാവരും ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പറഞ്ഞ മെഹന്തിയും മൈലാഞ്ചിയും ഹൽദിയും എല്ലാ കല്യാണങ്ങളും തലേ ദിവസം നടത്തിയിട്ട് ഇവന്റെ ശ്വാസം കണ്ട് അടങ്ങും പിറ്റേന്നൊക്കെ കല്യാണത്തിന് അന്നൊക്കെ 1 ചോറ് പോരാ, 2 ചോറ് പോരാ, 3 ചോറ് പോരാ, 4ാമത്തെ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കണം. ഇനി അതൊന്നും പോരെങ്കിൽ പൊറാട്ടയും പത്തിരി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവിടെ നിരത്തുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പണം എവിടുന്ന ചെക്ക ഉണ്ടാക്കുന്നത്? ഈ ചെക്കൻ്റെ കയ്യിൽ തന്നെ, ഈ ആൺകുട്ട കയ്യിൽ തന്നെ ഈ പണം ഇറങ്ങണം. അല്ലാതെ ഉമ്മയും ബാപ്പാൻ്റെ വീട്ടിലൊന്നും എടുക്കാനൊന്നുമില്ല. അതിന് പെങ്ങന്മാർ അളിയന്മാരൊന്നും കൊടുത്ത് കൊട്ടി കൊടുക്കൂല. ഇനി അഥവാ അന്ന് സഹായിച്ചാൽ തന്നെ കണക്ക് പറഞ്ഞ പിറ്റേത്തെ മാസത്തിൽ അല്ലെങ്കിൽ അവനൊരു കുട്ടിയുണ്ടെങ്കിൽ അതിനെ കെട്ടിക്കുമ്പോൾ ചോദിക്കുകയും ചെയ്യും. ഇങ്ങനെ കടം വരുത്തുകയാണ് ആൺകുട്ടികളുടെ മേൽ നമ്മൾ ഉമ്മമാരത് ഉണ്ടാക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാൻ വെച്ചെങ്കിൽ ഈ പൊന്നാരെന്നറിയാലോ, ഈ പൊന്നാര ഉണ്ടാക്കുന്ന മുഴുവനും സ്ത്രീകളാണ്, ഉമ്മമാരാണ്. ഒന്നുകിൽ ആൺകുട്ടിൻ്റെ ഉമ്മ, അതല്ലെങ്കിൽ ആൺകുട്ടിയുടെ പെങ്ങന്മാർ. ഇവർ 2 കൂട്ടരല്ലാത്തവർ ആരും ഒരു വാപ്പി നാളെ മെഹന്തി വേണമെന്ന് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊന്നും ഒരു വാപ്പിയും പറയുക മെഹന്തി വേണമെന്ന്, മൈലാജി വേണമെന്ന്, അല്ലെങ്കിൽ ഹൽദി വേണമെന്ന്. ഇതൊക്കെ ഉണ്ടാക്കണം നമ്മളമ്മമാരെ. എന്താ കാരണം? അങ്ങേ വീട്ടിൽ ആയിഷാൻ്റെ വീട്ടിലുണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ ഇവരെ വെറുക്കാൻ്റെ വീട്ടിലുണ്ടാക്കി, നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ പൊങ്ങച്ചാണ്. അൽഹാഖു മുത്തഖാസുറ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അവിടെ അഹങ്കാരം, അവരെ പൊങ്ങച്ചവും ഖബറിൽ എത്തുന്ന വരെ അവർ മാറ്റൂലെന്ന്. അങ്ങനത്തെ ഒരു സമൂഹം ആയതുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് ഇന്ന് കല്യാണം എന്ന് പറഞ്ഞ പ്രയാസം. പണ്ട് മംഗലം കഴിച്ച ആൾക്കാരൊക്കെ എല്ലാം രക്ഷപ്പെട്ട് കുറച്ച് പൈസ ചിലവിൽ കുറേ കടങ്ങളില്ലാതെ രക്ഷപ്പെട്ട ആൾക്കാരാണ്. അവർ കുടുംബജീവിതം നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷന് കല്യാണം കഴിക്കുന്ന എന്തിനറിയോ? കുടുംബജീവിതത്തിനേക്കാളിലുപരി അവർക്ക് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ആണുങ്ങൾക്ക് മംഗലയിക്കണമെങ്കിൽ ഞങ്ങൾ പണ്ട് പറഞ്ഞാൽ മൈലാഞ്ചിൻ്റെയും പിന്നെ പിറ്റേ ദിവസത്തെ ചിലവും അത് കഴിഞ്ഞ് ഏകദേശം ചുരുക്കിയിട്ട് ഇപ്പോൾ എങ്ങനെ കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് എൻഗേജ്മെൻറ്റ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൈസ റെഡിയാക്കണം. എൻഗേജ്മെൻറ്റിന് അങ്ങനെ വെറുതെ എൻഗേജ്മെൻറ്റിന് പോകാൻ പറ്റില്ല. ഐഫോൺ 7+ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇറങ്ങി അത് തന്നെ വേണം. അത് പെണ്ണിൻ്റെ നിർബന്ധമാണ്. അത് ഇത്താത്ത പറഞ്ഞ കറക്റ്റാണ്. പുരുഷന്മാരല്ല, പെണ്ണുങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ആ പെണ്ണ് ആദ്യം തന്നെ ഡിമാൻഡ് എന്ത്, എനിക്ക് ഐഫോൺ 7+ തന്നെ വേണമെന്ന്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ചോക്ലേറ്റിൻ്റെ കിറ്റ് ഒരുപാട് കൊണ്ടുപോകണം. അത് അങ്ങനെ കൊടുത്താൽ പോരാ, അത് സർപ്രൈസ് ആക്കിയിട്ട് എടുക്കണം, ക്യാമറ എടുക്കണം, എന്നിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ റീസൺ പറയുന്ന അപ്പുറത്തെ പെണ്ണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഇതിട്ടിട്ട് ഇപ്പോൾ എൻ്റെ എനിക്ക് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐഫോൺ 7 ചോക്ലേറ്റിൻ്റെ ഒരു കിറ്റ് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. എൻഗേജ്മെൻറ്റിന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗ്രൂമിങ് എന്നിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പൈസ കൊടുക്കണം, അതിന് വേറെ പൈസ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങൾ തന്നെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പൈസ. പിന്നെ മെഹന്തിക്ക് മഞ്ഞ കളറിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അതിന് വേറെ പൈസ. 70 വയസ്സുള്ള ഉമ്മയടക്കം കൊണ്ടുപോയിട്ട് അതേ കളറിൻ്റെ ഇടണം. ഡാൻസ് ഇടാൻ അറിയണം, അത് നിർബന്ധം. ഉപ്പാക്കും ഉമ്മാക്കും ഡാൻസ് അവിടെ വേണം വീഡിയോയിൽ. പിന്നെ അത് കഴിഞ്ഞ ശേഷം കല്യാണത്തിൻ്റെ അന്ന് വേറെ രാത്രി സ്റ്റേജിൽ ഡാൻസ് കളിക്കണം, ഡാൻസ് കളിക്കണം. പിന്നെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ അതേ സദസ്സിൽ വെച്ച് എല്ലാവരും കാണുകയും 2 ഡാൻസ് ചെയ്യണം. അതൊരു കണ്ടീഷനാണ്. ഡാൻസ് ചെയ്യിക്കണം, പാട്ട് പാടിക്കുന്നു പുയ്യാപ്പിളെ കൊണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കണം, ഇങ്ങനെ ഇരുന്നിട്ട് അല്ലേ. ചോറ് വെച്ചിട്ട് അങ്ങനെ പോയാൽ പറ്റും. ഇതെല്ലാം നോക്കണം, ക്യാമറയ്ക്ക് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് മംഗലത്തിൻ്റെ അന്ന് രാത്രി പുയ്യാപ്പിളിനെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് റോഡ് തടസ്സപ്പെടുത്തിയിട്ട് അവിടെ രാത്രി 2 മണിക്ക് അറം പൊളിക്കാണ്ട്. പിന്നെ അതിനുശേഷം എന്തെല്ലാം ചടങ്ങുകൾ വന്നിട്ടുണ്ട്. 5 ദിവസമൊക്കെ ഈ കല്യാണത്തിൻ്റെ തന്നെ ചിലവും പിന്നെ ഉറക്കമില്ലായ്മ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിന് ശേഷം അതാരാലോചിക്കുന്നില്ല. ഈ കല്യാണം ഇങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ജീവിതം ആരും സ്റ്റാറ്റസ് വെക്കലില്ല, കുറവാണ്. എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. പിന്നെയാണ് കുറച്ച് 1 മാസം കഴിഞ്ഞിട്ടാണ് ഫോൺ വരുന്നത്. എന്ത്, ആ പെണ്ണ് ആ വീട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ മുതൽ തുടങ്ങുന്നുണ്ട് 1 മാസം 2. എന്ത്, അമ്മായിയമ്മ ഭയങ്കര ചൊറയാണ്, ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, പെണ്ണ് നിൽക്കുന്നില്ല.
ഈ ചെക്കനാണെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാരും അമ്മായും ശരിയില്ല, ആ പെണ്ണിൻ്റെ ഭാഗത്ത് ശരിയായി. ഇതാണ് ചർച്ച കല്യാണ ശേഷം. അതാരും സ്റ്റാറ്റസ് വെക്കലില്ല. സ്റ്റാറ്റസ് വെക്കുന്ന എന്ത് ഈ കല്യാണത്തിന് മുമ്പുള്ള കൊടുത്തതും പിന്നെ ആഡംബരം ഇതൊക്കെയാണ് സ്റ്റാറ്റസ്. അപ്പോൾ വിചാരിക്കുന്ന അവർ നല്ല 7+ അവർ ഭയങ്കര സന്തോഷത്തിലാണ്, നല്ല കല്യാണം അങ്ങനെ സ്വപ്നം കാണും. നേരെ മറിച്ച് ഇങ്ങനെ വിവാഹം കഴിച്ച അധികവും 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ വാർത്തകളാണ് കൂടുതലും കേൾക്കുന്നത്. അത് ഒരു ബർക്കത്ത്, എങ്ങനെ ബർക്കത്തിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാട്ടിക്കൂട്ടലല്ലേ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻഗേജ്മെൻറ്റ് പിന്നെ ഈ മഞ്ഞ കല്യാണം ഇതൊക്കെ ചുരുക്കാൻ നോക്കുക. ആ സഹോദരിയുടെ വാക്ക് കുറച്ച് ഗൗരവമായി നമ്മളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എടുത്താൽ കല്യാണ ശേഷമുള്ള ജീവിതത്തിൽ നല്ല ബർക്കത്തുണ്ടാവും, ഫാമിലി ലൈഫിൽ നല്ല സന്തോഷം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ എനിക്ക് പറഞ്ഞിട്ട് പുതിയ ജനറേഷൻ അത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവരൊന്നും അവർ കേൾക്കില്ല. അവർക്ക് എന്തായാലും അത് സ്റ്റാറ്റസ് ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ കഴിയണം. അങ്ങനെ ആണെങ്കിൽ പിന്നെ അങ്ങനെ അതിന് കുറച്ച് പൈസ അത് നിങ്ങളെ പുയ്യാപ്പിള കടക്കാരനാണ്ട് വരും. പിന്നെ അതിന് കല്യാണ ശേഷമുള്ള ജീവിതത്തിൽ ബർക്കത്ത് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഡൈവേഴ്സ് കൂടുന്നുണ്ട് അല്ലേ, ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവിടെ കുറച്ച് ഈമാനുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവർക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട്, മനസ്സിലല്ലാത്ത വിഷമമുണ്ട്. ഇതൊക്കെ വിഷമം അടക്കി പിടിച്ചാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ എല്ലാം ആലോചിച്ചിട്ട് ദീനുള്ള കുടുംബത്തിലും ഹാജിയാരുടെ കുടുംബത്തിലാണ് കൂടുതൽ. അപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദീനുള്ള ആൾക്കാരും ഇതിൽ പെടുന്നുണ്ട് ഇത്തരം ഇതിൽ. അപ്പോൾ ഇത് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഗൗരവമായി നമ്മളെ ജമാഅത്ത് ഇടപെട്ട് ഇതിനൊക്കെ എതിർക്കണം. പുതിയാപ്പിളിനെ കൊണ്ടുവരുന്ന ആ വറ പൊണിക്കുന്നതും പിന്നെ പുതിയാപ്പെട്ട് ഇതിനൊക്കെ ഒരു കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം, ഇങ്ങനത്തെ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആണെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തും ബർക്കത്തും ഉണ്ടാവും.